ഓൺ എക്സാമിന്റെ ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. 8, 9, 10 ക്ലാസ്സുകളുടെ ടൈം ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 13-ാം തീയതിയാണ്, എൻഡ് ചെയ്യുന്നത് 20-ാം തീയതിയാണ്. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നിങ്ങൾക്ക് 2 നേരവും എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പൊ 10th-കാരെ സംബന്ധിച്ചിടത്തോളം 17-ാം തീയതി ഫസ്റ്റ് ലാംഗ്വേജ് ആദ്യത്തെ പേപ്പർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഹിന്ദി ഉണ്ട്. ദെൻ 18-ാം തീയതി വെള്ളിയാഴ്ച വരുന്നത് ലാംഗ്വേജിന് തന്നെ പേപ്പർ 2 ആണ് വരുന്നത്. അതിന്റെ കൂടത്തിൽ കെമിസ്ട്രി സബ്ജക്റ്റ് ഉണ്ട്. പിന്നെ വെള്ളിയാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ഇംഗ്ലീഷ് ആണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് 2 ദിവസം പഠിക്കാൻ സമയമുണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ. അത് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ചയാണ് അടുത്ത എക്സാം വരുന്നത്. ചൊവ്വാഴ്ച സോഷ്യൽ ആണ് വരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് ശനിയാഴ്ചയൊക്കെ ഒരു ദിവസം സോഷ്യലിന് വേണ്ടിയൊക്കെ ചെലവാക്കുക കേട്ടോ. ആ ഒരു രീതിയിൽ പ്ലാൻ ചെയ്യുക. പക്ഷെ അതിനുശേഷം വരുന്ന ബുധനാഴ്ച എന്ന് പറഞ്ഞാൽ മാത്സ് ആണ്. ബുധനാഴ്ച നമുക്ക് മാത്സ് പഠിക്കാൻ പ്രത്യേകിച്ച് ഗ്യാപ്പോ ഇങ്ങനെ ഒന്നുമില്ല. ഒരു 1/2 ദിവസം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. രാവിലെ ആയതുകൊണ്ട് എക്സാം തന്നെ സോഷ്യൽ കഴിഞ്ഞിട്ടുള്ള ഉച്ച സമയത്തെ ആ ഗ്യാപ്പ് മാത്രമേ കിട്ടത്തുള്ളൂ. ദെൻ അത് കഴിഞ്ഞ് വ്യാഴാഴ്ചയാണ് അടുത്ത എക്സാം വരുന്നത്. വ്യാഴാഴ്ചത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവിടെ 2 എക്സാം ആണുള്ളത്, 2 സബ്ജക്ട് എക്സാം ആണുള്ളത്. ഫിസിക്സും ബയോളജിയാണ്. 2 സബ്ജക്റ്റും നല്ലതുപോലെ പഠിക്കാനുള്ളതാണ്. അപ്പൊ അവിടെ പ്രത്യേകിച്ചും ഗ്യാപ്പ് ഒന്നും വരുന്നില്ല. ബുധനാഴ്ചത്തെ ആ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ വരുന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുക, പഠിക്കുക. നിങ്ങൾ പഠിച്ച വിഷയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ടൈം ടേബിൾ പ്ലാൻ ചെയ്യുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക കേട്ടോ. ഇന്ന് തൊട്ട് അല്ലെങ്കിൽ നാളെ തൊട്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ പഠിക്കാൻ തുടങ്ങുക. നാളെ തന്നെ ഒന്നും മാറ്റി വെക്കണ്ട. ഇന്ന് തൊട്ടേ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ പഠിക്കാൻ. 9ാം ക്ലാസ്സുകാരുടെയും ടൈം ടേബിളും ഏകദേശം ഒരേ രീതിയിൽ തന്നെയൊക്കെയാണ് വരുന്നത്. ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കെമിസ്ട്രിയും ബയോളജിയും വരുന്നുണ്ട്. അത് ഒരു ദിവസം സോഷ്യൽ വരുന്നുണ്ട്, മാത്സ്, അങ്ങനെ രീതിയിലൊക്കെയാണ് വരുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് ടൈം ടേബിളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ടൈം ടേബിൾ ഉണ്ടാക്കി തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ.